നമസ്കാരം. തമിഴ്നാട്ടിൽ ഒരു സിനിമാ താരം ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി. ജനങ്ങൾക്ക് യഥാർത്ഥ നായകൻ അങ്ങനെ ഒരു നായകനായി മാറിയോ എന്ന് ചോദിച്ചാൽ ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ശ്രീ ജോസഫ് വിജയ് അധികാരമേറ്റ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നടപ്പിലാക്കിയ ജനോപകാര പദ്ധതികൾ കണ്ടാൽ ഒരു കാര്യം വ്യക്തമാകും. രാഷ്ട്രീയം എന്ന് പറയുന്നത് സിനിമയല്ല. പക്ഷെ ചിലപ്പോ സിനിമയിലെ ഹീറോകൾക്ക് യഥാർത്ഥ ജീവിതത്തിൽ കൂടി ജനഹിതം നടപ്പിലാക്കാൻ, സിനിമയിൽ എന്താണോ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത് അതേപോലെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ദളപതി എന്ന വിശേഷണത്തോടെ ജനപ്രിയനാകുന്ന വിജയ് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം നടന്നത് സ്കൂൾ കുട്ടികളുടെ ജീവിതം മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ. തമിഴ്നാടിന്റെ ഭരണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുഹൂർത്തമാണത്. വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര ഉറപ്പാക്കുക. നമുക്കറിയാമല്ലോ, ഇവിടെ കേരളത്തില് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ അത് വേണമോ വേണ്ടയോ, നഷ്ടം ലാഭം തമ്മിലടിയാണ് ഇവിടെ. പക്ഷെ അവിടെ അതൊന്നുമില്ല. അവിടെ അങ്ങനെ നടപ്പിലാക്കുകയാണ്. ഏറ്റവും മാസ തീരുമാനമാണ് ഈ വിദ്യാർത്ഥികളുടെ സൗജന്യ ബസ് യാത്ര എന്ന് പറയുന്നത്. സ്കൂൾ സമയങ്ങളിൽ ബസ്സുകളിൽ താങ്ങിപ്പിടിച്ച് തിങ്ങിപ്പിടിച്ച് യാത്ര ചെയ്യുന്ന കുട്ടികളുടെ ദുരിതം അവസാനിപ്പിക്കാൻ വിജയ് സർക്കാർ ഉടനടി നടപടി സ്വീകരിച്ചു. ചെന്നൈ നഗരത്തിൽ മാത്രം 41 പുതിയ സ്റ്റുഡന്റ് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ബസ്സുകൾ ഓടിത്തുടങ്ങി. ഈ പദ്ധതിയുടെ ഒരു എത്രത്തോളം ഗൗരവമായിട്ടാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കാണുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഗതാഗത ക്ലേശം മൂലം പഠനം ബാധിക്കാതിരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഈ നടപടി ലക്ഷക്കണക്കിന് കുട്ടികളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം സർക്കാർ സ്കൂളുകളിൽ 8ാം ക്ലാസ് വരെ സൗജന്യ പ്രഭാത ഭക്ഷണ പദ്ധതി വിപുലീകരിച്ചത് മറ്റൊരു ജനകീയ തീരുമാനമാണ്. ക്ലാസ് മുറിയിൽ വിശപ്പോടെ ഇരിക്കുന്ന ഒരു കുട്ടി പോലും ഉണ്ടാകരുത് എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഈ പദ്ധതി ജോസഫ് വിജയ് നടപ്പിലാക്കുന്നത്. പോഷകാഹാരക്കുറവ് മൂലം പഠനശേഷി കുറയുന്ന പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഇതിനെ വിജയ് സർക്കാർ വിശേഷിപ്പിക്കുന്നത്. ഭരണാധികാരികൾ നമുക്കറിയാമല്ലോ, വലിയ പ്രസംഗങ്ങൾ, വലിയ കവല പ്രസംഗങ്ങൾ നടത്തും. എന്നാൽ വിജയ് കുട്ടികളുടെ വയറ് നിറയ്ക്കാനുള്ള പ്രായോഗിക നടപടികളാണ് സ്വീകരിക്കുന്നത്. ജനഹൃദയങ്ങളെ അത് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള എത്രയോ പദ്ധതികൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നടപ്പിലാക്കി കഴിഞ്ഞു. അഴിമതിരഹിത ഭരണം, സുതാര്യത, ജനകീയ പങ്കാളിത്തം, ഇതിനൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് തമിഴ്നാട്ടിലെ പരമ്പരാഗത ദ്രാവിഡ രാഷ്ട്രീയ മാതൃകകളെ വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ജനക്ഷേമ പദ്ധതികൾ അതിവേഗത്തിൽ നടപ്പിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണശൈലിയുടെ ഊർജ്ജസ്വലതയെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ തീരുമാനങ്ങൾ, ഇപ്പോൾ നടപ്പിലാക്കിയ തീരുമാനങ്ങൾ, നടപ്പിലാക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ തള്ളി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ദീർഘകാല ദൃഷ്ടിയോടെയുള്ള നിക്ഷേപമായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അതായത് ഒരു ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപം. വിദ്യാഭ്യാസവും യാത്രാ സൗകര്യവും ഒക്കെ ഉറപ്പാക്കുന്നത് തലമുറകളുടെ ഭാവിയാണ് മെച്ചപ്പെടുത്തുന്നത്. തമിഴ്നാട്ടിലെ യുവാക്കൾ, അതുപോലെ സാധാരണ ജനങ്ങളൊക്കെ വിജയിയുടെ നേതൃത്വത്തിൽ പുതിയ പ്രത്യാശയോടെ നോക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. നമ്മുടെ കേരളവും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. കേരളത്തിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് ഇതിനോടകം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇത്രയധികം സംസാരം ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ജോസഫ് വിജയെ കുറിച്ച് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോസഫ് വിജയെ പോലെ ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നത്? അതായത് സിനിമയിലെ മാസ് ഹീറോ, സിനിമയിൽ നമ്മൾ കണ്ടിരുന്ന മാസ് ഹീറോ ഇപ്പോ യഥാർത്ഥ ജീവിതത്തിലും യഥാർത്ഥ ഭരണ സർവീസിലും ആ ഊർജം ഹീറോയായി തുടരുന്നു എന്നതാണ് ഏറ്റവും വിശ്വസനീയമായ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഈ മാറ്റങ്ങൾ കേരളത്തിന് ഒരു മാതൃകയാകണം. ജനകീയമായിട്ടുള്ള തീരുമാനങ്ങൾ അതിവേഗത്തിൽ നടപ്പിലാക്കുന്ന ഒരു ഭരണശൈലി നമുക്ക് ആവശ്യമാണ്. അതിന് കഴിയുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട്, കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു മുഖ്യമന്ത്രി. പക്ഷെ നടപ്പിലാകുമോ എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. വിജയിയുടെ ഭരണം മുന്നോട്ട് പോകുമ്പോൾ അത് വെറും ഒരു തുടക്കമാണെന്നാണ് തോന്നുന്നത്. ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയിട്ടുള്ള ഒരു നേതാവിന്റെ യാത്ര ഇനിയും നിരവധി സർപ്രൈസുകൾ സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. തമിഴ്നാട് ഇപ്പോ വളരെ ആവേശത്തോടെ നോക്കുന്നത് ഈ ഒരു പുതിയ യുഗത്തിലേക്കാണ്. അതായത് കഴിഞ്ഞ ദിവസം വിജയ് പറയുന്നത് കേട്ടു, നമുക്കിത് ഇങ്ങനെ ആയ പോരാ, നമുക്ക് നല്ല സുന്ദരമായ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് മുഴുവൻ മനോഹരമായ ഒരു സ്വർഗമാക്കി മാറ്റണമെന്ന്. അത് നടക്കട്ടെ. ഉത്തരവാദിത്വമുള്ള, രാഷ്ട്രബോധമുള്ള, പൗരബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള ഒരാൾ ഭരണാധികാരിയെ വന്നാൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം ഭരണാധികാരിയായി വന്നാൽ അത് നടക്കും. Different angles. Don't forget to subscribe and support this channel.